ഉക്താത ഉപനിഷദ് ബ്രാഹ്മീ വാവത ഉപനിഷദമബ്രൂമേതി. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം കേനോപനിഷത്തിൻ്റെ. അപ്പം എല്ലാ ഉപദേശവും കഴിഞ്ഞ് നിർത്തിയിട്ടുവാ ഫലശ്രുതിയും പറഞ്ഞു. ഫലശ്രുതി പറഞ്ഞാൽ പിന്നെ വേറെന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അപ്പോഴാണ് ശിഷ്യൻ ചോദിക്കുന്നത്, ഉപനിഷദം ഭോ ബ്രൂഹി. ഭോ ഭഗവാനെ, അത്യന്ത ബഹുമാനത്തോടു കൂടിയുള്ള സംബോധനയാണ് ഭോ എന്നുള്ളത്. ഭോ ഉപനിഷദം, ഉപനിഷത്തിനെ ബ്രൂഹി, നീ പറഞ്ഞു തരൂ, നിങ്ങൾ പറഞ്ഞു തരൂ, ഉപനിഷത്തിനൊന്ന് പറഞ്ഞു തരൂ. അപ്പം അത്രയും നേരം പറഞ്ഞാൽ എന്താ? ഇത്രയും നേരം പറഞ്ഞാൽ എന്താ? തുടക്കത്തിൽ ഈ ചോദ്യം ചോദിച്ചാൽ യുക്തിയുണ്ട്. അപ്പം ഈ ചോദ്യം തുടക്കത്തിലാന്ന് വിചാരിച്ചോളൂ. ഉപനിഷദം ഭോ ബ്രൂഹി കേനേഷിതം പതതി പ്രേഷിതം മനഃ. ഇത് നല്ലൊരു ഘടനയാവും. എനിക്ക് ഉപനിഷത്ത് പറഞ്ഞു തരുമോ? എന്താ പറഞ്ഞു തരേണ്ടത്? ആരാൽ ഇച്ഛിക്കപ്പെട്ടിട്ടാണ്, നിയോഗിക്കപ്പെട്ടിട്ടാണ് കാരണങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന് ചോദിക്കാമായിരുന്നു. ഇതെല്ലാ ചോദ്യവും ഉത്തരം എല്ലാം കഴിഞ്ഞു. ഫലശ്രുതിയും പറഞ്ഞു. ഫലശ്രുതിയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചോദിക്കണത് ഉപനിഷദം ഭോ ബ്രൂഹി. ഇതെന്താ പത്? നമ്മളാരെങ്കിലും ആണെങ്കിൽ വേറെ പലതും വിചാരിക്കുകയായിരുന്നു. അങ്ങനെയുണ്ട്. ഒന്നുകിൽ ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കാം. കേനേഷിതം പദ്ധതി പ്രേഷിതം മന കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഗുരുനാഥൻ ഉപദേശിക്കാൻ തുടങ്ങി. ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോ യദ്വാചോ. ഇത്രയത്തുള്ളൂ. ബാക്കിയുള്ളൊന്നും കേട്ടിട്ടില്ല. ഉറങ്ങിപ്പോയപ്പോഴത്തേക്ക് സർവാണി ഭൂതാനി സംവാഞ്ചന്തി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വേഗം രണ്ടാമത് ഞെട്ടിയിട്ട് സമയം എത്ര കടന്നുപോയി എന്നറിഞ്ഞില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഭഗവാനെ ഉപനിഷത്ത് പറഞ്ഞു തരൂ. എന്നിട്ട് പറയാൻ തുടങ്ങിയാൽ അപ്പം മൂപ്പര് വീണ്ടും ഉറങ്ങും. അത് ചില ചോദ്യക്കാരുടെ സ്വഭാവമാണ്. ചോദിച്ചു കഴിഞ്ഞ് ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുറങ്ങി എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലാവും. എന്നാലും ഇയാൾ പറയും. കാരണം എന്താ? ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ വല്ല ഉറങ്ങിയതാണോ? ഇവിടെ തന്നെ ഒരാൾ വേദാന്ത ക്ലാസ്സിന് കുറേ പ്രാവശ്യം വന്നു, പിന്നെ വരാണ്ടായി, പിന്നെ തീരെ വന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് പേര് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പോൾ ആശ്രമത്തേക്ക് പോകാൻ? ആശ്രമത്തേക്ക് ഞാൻ പോകാറുണ്ട്, എപ്പോഴും പോകാറുണ്ട്. പിന്നെ ക്ലാസ്സിന് ഞാൻ പോകാറില്ല. അതെന്താ കാരണം? എന്താ അവിടെ പോയിട്ട് കാര്യം? സ്വാമി എല്ലാ പ്രാവശ്യവും ഒന്ന് തന്നെയാണ് പറയുക. ഏത്? ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇത് എല്ലാ പ്രാവശ്യവും തന്നെ കേൾക്കാൻ പോകണോ? മൂപ്പരപ്പോൾ ഉറങ്ങും. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉണരണത് നിർത്തുമ്പോൾ ചൊല്ലൂ ഇത് തന്നെ. അപ്പോൾ പിന്നെ പോണ്ടാന്ന് നിശ്ചയിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഇവിടെ അതല്ലല്ലോ. ഇവിടെ ഉപനിഷത്തിലെ ശിഷ്യനല്ലേ. ഉപനിഷത്തിലെ ശിഷ്യൻ നല്ല ജാഗ്രത ഉള്ളവനാണ്. കാരണം അന്ധകരണം ഏകാഗ്രമാകുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് വരിക. ഒന്ന് ലയം, അതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം, ലയം. രണ്ടാമത് വരുന്ന പ്രശ്നം വിക്ഷിപ്തം. ഈ രണ്ട് പ്രശ്നങ്ങളാണ്. മനസ്സ് ഏകാഗ്രമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. മനസ്സ് സാധാരണഗതിയിൽ ഇങ്ങനെ വ്യാപരിക്കാൻ ഒരു പ്രശ്നമില്ല. മനസ്സിന് വല്ല കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ ഏകാഗ്രമാകുമ്പോൾ രണ്ട് തരം പ്രശ്നങ്ങൾ വരും. ഒന്ന് ലയം, രണ്ട് വിക്ഷിപ്തം. ലയം എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോവുക, അങ്ങ് ലയിച്ചു പോവുക. നല്ല സുഖമാണ് അവിടെ ക്ലാസ് പോയിരുന്നാലും, അതാണ് ഉറങ്ങിപ്പോയി.
2 വിക്ഷിപ്തം. എന്നിട്ട് അവനെന്താ പറഞ്ഞത്? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അത് ശരിയുണ്ടോ? മര്യാദയാണോ അത്? ഒരു മര്യാദകേടല്ലേ? എടാ, ഇതൊക്കെ ഇരുന്ന് ആലോചിക്കേണ്ട സമയം. അപ്പോൾ അത് പലതിലേക്കും ചിന്ത പോവും. എന്തിലേക്കൊക്കെയാണ് പോവുക? ഇപ്രാവശ്യത്തെ ബജറ്റ് എങ്ങനെയുണ്ട്? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭരണം നിലനിർത്താനുള്ളതാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അത് വേണ്ടേ? പിന്നെ ഭരണം നിലനിർത്തണ്ടേ? അത് വേണ്ടേ? അല്ലാതെ ഭരണം നഷ്ടപ്പെടുത്തുക വേണ്ട. അപ്പോൾ ഭരണം നിലനിർത്താനുള്ള ബജറ്റാണ്. കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. സദ്ഭരണം ചെയ്താലേ ഭരണം നിലനിർത്താൻ പറ്റൂ. ഇപ്പോൾ രാഷ്ട്ര പുരോഗതിക്കുള്ളതാണ് ബജറ്റ്. ഇതൊക്കെ ആലോചിക്കാനാണോ അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ വന്ന് അത് ചിന്തിക്കാനാണോ? അതിന് വേറെ എത്ര സ്ഥലമുണ്ട്? അപ്പോൾ ഇതാണ് വിക്ഷിപ്തം. അപ്പോൾ ഇവിടെ എന്താ ഉപായം എന്ന് ചോദിച്ചാൽ, ലയേ സംബോധയേ ചിത്തം വിക്ഷിപ്തം ശമയേത് പുനഃ എന്ന് ഗൗഡപാദാചാര്യർ പറഞ്ഞു തരും കാരികയിൽ. ഇപ്പം ലയം സംഭവിച്ചാൽ അതിനെ ഉണർത്തണം. ലയേ സംബോധയേത്, ലയത്തിൽ പിടിച്ച് ഉണർത്തണം. വിക്ഷിപ്തം ശമയേത്, വിക്ഷേപം വരുമ്പോൾ അവനെ ശമിപ്പിക്കണം. നിൽക്കട അവിടെ, ഇവിടെ ഇരിക്കും. നീ ഇപ്പോൾ അവിടേക്കും ഇവിടേക്കും പോണ ആളല്ല, നീ ഇവിടെ ഇരിക്കും. ഇതാണ്. അപ്പം ഇവിടെ ഉപനിഷത്തിലെ ശിഷ്യനായതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഉണ്ടാവുമോ? ഉപനിഷത്തിലെ ശിഷ്യനല്ലേ. അപ്പോൾ ലയവും വിക്ഷിപ്തവും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗുരു പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. മുഴുവൻ കേട്ടിട്ടാണ് ചോദിക്കണത്. എന്ത്? ഉപനിഷദം ഭോ ബ്രോഹി ഇത്. ഭോ ഭഗവാനെ, ഉപനിഷത്തിനെ പറഞ്ഞു തരൂ. പിന്നെ വേറൊന്നുണ്ട്. അതെന്താ വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ചിലത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കും. വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കും ചിലത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ടതാ. ഭൂയഹ അഭി ഉപനിഷദം ഭോ ബ്രൂഹി, വീണ്ടും ഉപനിഷത്തിനെ പറഞ്ഞു തരൂ എന്ന് അതും ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഇല്ലേ? അങ്ങയിൽ നിന്ന് കേട്ടിട്ട് എനിക്ക് മതിയാവണില്ല, കുറച്ചും കൂടി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാം. ഇത് അതുമല്ല. പിന്നെ എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? അപ്പോൾ ഗുരുനാഥൻ പറയാണ്, ഉക്താത ഉപനിഷദ്, ഉക്താ തേ ഉപനിഷദ്, തേ നിനക്കായിക്കൊണ്ട്, ഉപനിഷദ് ഉപനിഷത്ത്, ഉക്ത പറയപ്പെട്ട് കഴിഞ്ഞല്ലോ. നീ ഉപനിഷത്ത് പറയൂന്നാ പറഞ്ഞ, നിനക്ക് വേണ്ടി ഉപനിഷത്ത് പറയപ്പെട്ട് കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഗുരു ആലോചിച്ചിട്ടുണ്ടാവും, ഇവൻ മോശക്കാരനല്ലല്ലോ, അത്ര മോശക്കാരനല്ലവൻ. അപ്പോൾ എന്താ ഇപ്പോൾ ചോദിച്ചത്? ഒന്നുകൂടി വ്യക്താക്കാം. ബ്രാഹ്മീ വാവ, ആ പറഞ്ഞു തന്ന ഉപനിഷത്ത് ബ്രാഹ്മീ ഉപനിഷത്താണ്, ബ്രഹ്മസംബന്ധിയായ ഉപനിഷത്താണ്. ബ്രഹ്മസംബന്ധിയായ, ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന, ബ്രഹ്മത്തിൻ്റെ പാരമാർത്ഥിക തലബന്ധിയായ, തീർത്തും ബ്രഹ്മസംബന്ധിയായതാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ബ്രഹ്മസംബന്ധിയായതാണ്. ബ്രഹ്മത്തിൻ്റെ പാരമാർത്ഥിക തലത്തെ സംബന്ധിച്ചാണ് നിനക്ക് പറഞ്ഞു തന്നത്. ബ്രാഹ്മീ വാവ, അതുകൊണ്ട് തേ നിനക്ക് ഉപനിഷദം ഉപനിഷത്തിനെ അബ്രൂമ, അബ്രൂമ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു എന്നാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു തരാം എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ, അല്ലാണ്ട് ശരിയാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നു എന്നുള്ളതിന് പറഞ്ഞു തരാം എന്നെടുക്കണം. അങ്ങനെ വയ്ക്കുമോ? അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു,
ഛാന്ദസമായതുകൊണ്ട് ശബ്ദപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. യജമാനന് വിഭവ വിനിയോഗത്തിൽ പരിമിതി കൽപ്പിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് ഋഷിമാർക്കും അല്ലേ? യജമാനന് വിഭവ വിനിയോഗത്തിൽ പരിമിതി കൽപ്പിക്കാൻ പറ്റുമോ? ബാക്കിയുള്ളവർക്ക് നിയമം ഉണ്ടാവും, അയാൾക്ക് സ്വയം നിയമം ഉണ്ടാവില്ല. അതുപോലെയാണ് ആർഷപ്രയോഗങ്ങൾ, അതിനെ പരിമിതപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അബ്രൂമ എന്നുള്ളതിനെ ബ്രവീമി, ഞാൻ പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഉപനിഷത്ത് മുഴുവൻ കേട്ട് കഴിഞ്ഞു, എന്നിട്ട് ഉപനിഷത്ത് പറഞ്ഞു തരുമെന്ന് ആവശ്യപ്പെടുക. അങ്ങനെ ചോദിച്ചവനോട് എടാ മണ്ട, ഞാൻ ഉപനിഷത്ത് പറഞ്ഞു തന്നില്ലേ പോ എന്ന് പറയാതെ ഗുരുനാഥനും ഞാൻ ഉപനിഷത്ത് പറഞ്ഞു തരാം എന്ന് പറയുക. എന്താ അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇപ്പോൾ വേറൊരാൾക്ക്, ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യന് ഹോമവിധാനം, അഗ്നിഹോത്രം, പൂജാവിധാനമൊക്കെ പഠിപ്പിക്കുക എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാം വേണ്ട പോലെ പഠിപ്പിച്ചു, വേണ്ട പോലെ പഠിപ്പിച്ച് കഴിഞ്ഞാലോ? കഴിഞ്ഞോ? ഇല്ല. ഇനി ആ വസ്തുക്കൾ സമാഹരിക്കണം. വനത്ത് പോയി ആ വിധിക്കപ്പെട്ട, വിനിയോഗിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രത്യേകം ചമതകൾ സ്വരൂപിക്കണം. അത് കഴിഞ്ഞാൽ ഇഷ്ടികകൾ സ്വരൂപിക്കണം, ഉണ്ടാക്കണം. ഇഷ്ടികകൾ ഉണ്ടാക്കണം. പിന്നെ വസ്തുക്കൾ ഒക്കെ വേണ്ടതായിരിക്കണം. നെയ്യ് വേണം. നെയ്യ് പറഞ്ഞാൽ നെയ്യ് തന്നെ ആവണം, ഇല്ലേ? നെയ്യ് പറഞ്ഞാൽ മൃഗക്കൊഴുപ്പാവരുത്. ഇന്നിപ്പോൾ വാങ്ങണം നെയ്യിൽ ഭൂരിഭാഗവും മൃഗക്കൊഴുപ്പുകളാണ്, ഭൂരിഭാഗവും. എന്നിട്ട് ജനങ്ങൾ പറയുകയും ചെയ്യും ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറയും. ഇവനെ വാങ്ങി കൂട്ടുകയും ചെയ്യും. ദോശയ്ക്ക് വരുത്തണത് ഇതായിരിക്കും, അല്ലെങ്കിൽ വേറെ ചെയ്യും, ഇത് ചെയ്യും, പായസത്തിലിടും. എന്നിട്ട് എന്താ പറയുക? വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നത്. വാങ്ങണയിൽ 90% മൃഗക്കൊഴുപ്പാണ്. 90 ആവില്ല, അതിനേക്കാൾ അധികം, 99 ആവും. അല്ലാണ്ട് എങ്ങനെയാണ് സാധിക്കുക? നെയ്യ് നമുക്കൊരു ഒരു കിലോഗ്രാം നെയ്ക്ക് എത്ര ഉറുപ്പ്യുണ്ട്? എത്ര രൂപ ഉണ്ട് വാങ്ങുമ്പോൾ? അറിയാത്തോണ്ടാ? വേണ്ട. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്ക്ക് ഒരു കിലോഗ്രാമിന് എത്ര ഉറുപ്പ്യുണ്ട്? 700. ശുദ്ധ നെയ്യാണെങ്കിൽ എത്ര വരും? മിനിമം 3000 ഉറുപ്പ്യ വരും. 2000 ഉറുപ്പ്യ, 2600 ഉറുപ്പ്യ എന്തായാലും വരും. അല്ലാണ്ട് സാധിക്കൂല. അല്ലാണ്ട് എങ്ങനെയാണ് സാധിക്കുക? പാലുൽപാദക യന്ത്രമാവരുത്, പശു ആവണം. പശു എന്ന് പറഞ്ഞാൽ 10-20 ലിറ്റർ പാലൊന്നും കിട്ടൂല. മാക്സിമം ഒരു 1.5-2 മാക്സിമം, അതിൽ കൂടുതലൊന്നും കിട്ടില്ല. അത് പുല്ല് തിന്നാണ് ജീവിക്കണതാവണം. പുല്ല്, ചെടികൾ, സസ്യങ്ങൾ തിന്ന് ജീവിക്കണതാവണം. അല്ലാണ്ട് യൂറിയ, ഫാക്ടം ഫോസ് കൊടുത്ത് ജീവിക്കണതാവരുത്. ചിന്തിക്കുക. ഇപ്പം എന്തായാലും സന്തോഷമാണ്, പശു രണ്ടാമതും നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. ധാരാളം പശുക്കൾ ഇപ്പം ഉണ്ട്. ഒരു 5 കൊല്ലം മുമ്പ് കാണലേ ഇല്ലായിരുന്നു പശുവിന്. 5-10 കൊല്ലം മുമ്പ് ഒന്നും കാണലേ ഇല്ല. അപ്പം ധാരാളം പശുക്കളുണ്ട്, നല്ല പശുക്കൾ. അപ്പം അങ്ങനെ വരുമ്പോൾ 2600-3000 വരും 1 ലിറ്ററിന്. അല്ലാണ്ട് സാധിക്കില്ല. അപ്പോൾ ഉറപ്പല്ലേ ഈ വാങ്ങണ സാധനം എന്തൊക്കെയാണെന്നുള്ളത്?
ഇങ്ങനെയാണ് മിക്കവാറും വസ്തുക്കളും. മിക്ക വസ്തുക്കളും ഇങ്ങനെ തന്നെയാണ്. അരിഷ്ടങ്ങൾ ആസവങ്ങളൊന്നും പറയാത്തതാ ഭേദം. അരിഷ്ടങ്ങൾ ആസവങ്ങളൊക്കെ പറയാത്തതാ ഭേദം. അതൊക്കെ ശരിക്കും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു 9 ഇരട്ടി 10 ഇരട്ടി ചിലവുണ്ട്. ഒരു 2000 ഉറുപ്പ്യെങ്കിലും വേണ്ട വസ്തുവാണ് 80 ഉറുപ്പ്യക്ക് 90 ഉറുപ്പ്യക്ക് കിട്ടുന്നത്. എന്താ കഥ? അല്ല, നമ്മളിപ്പോഴത്തെ പേരെടുത്തൊന്നും പറയണ്ട, ഒന്നും പേരെടുത്ത് പറയണ്ട. ആരെയും ദൂഷണത്തിനും വേണ്ട, ഭൂഷണത്തിനും വേണ്ട. വിചാരം ചെയ്യുക, വേണ്ടത് സ്വീകരിക്കുക, അത്രേ പറയാനുള്ളൂ. വേറൊന്നും പറയണ്ട. അപ്പം പറഞ്ഞ വിഷയം ഇതൊക്കെ സ്വരൂപിക്കണം. ഇതൊക്കെ സ്വരൂപിച്ച അഗ്നിഹോത്രാവുമോ? ഇല്ല. പിന്നെ അത് ആരംഭിക്കണം. മന്ത്രങ്ങൾ വേണം. മന്ത്രങ്ങൾ തെറ്റാൻ പറ്റുമോ? ഇല്ല. അത് ശരിയായ വിധാനത്തിലാവണം. ക്രിയകൾ അറിയുന്നവർ ചെയ്യണം. ക്രിയകൾ അറിയുന്നവർ ചെയ്യണം. ഇങ്ങനെ ഉപദേശാനന്തരം ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നാലേ അഗ്നിഹോത്രം സമ്പന്നമാകൂ. എന്നാൽ ഇവിടെ ബ്രഹ്മവിദ്യോപദേശത്തിൽ ഉപദേശത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഉപദേശാനന്തരം എന്തെങ്കിലും കൂടിച്ചേരേണ്ടതുണ്ടോ? ഇല്ല. ഇപ്പോൾ അന്യദേവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി എന്നുള്ളതിൽ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഇല്ല. എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ? ഇല്ല. ഇനി അത് ഇരുന്നിട്ട് എന്തെങ്കിലും ക്രിയ ചെയ്യാനുണ്ടോ? എന്താണ് ഇന്ന് അദ്വൈതാശ്രമത്തിൽ എന്താ പരിപാടി? അദ്വൈതാശ്രമത്തിൽ ഇന്നൊരു ഹോമം നടക്കുകയാണ്. എന്ത് ഹോമാണ് സ്വാമി? ആത്മജ്ഞാന ഉത്പാദക ഹോമം. എന്താണ്? പോയി നോക്കാം. അപ്പോൾ ചിദാനന്ദപുരി സ്വാമി ഇരുന്നിട്ട് ഹോമം ചെയ്യാം. എന്താണ് ഹോമം? അന്യദേവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി സ്വാഹ. അന്യദേവ തദ് വിദിതാത് അഥോ അവിദിതാത് അധി സ്വാഹ. എന്താ സ്വാമി, എന്താണിത്? കാലവൈഭവം അല്ലാണ്ട് ഒന്നുമില്ല. എടേ, അതിന് വേറെ മന്ത്രങ്ങളാണ് ഹോമത്തിന്. ഇത് ഹോമാർത്ഥമല്ല. അതിനിഷ്ടം പോലെ ആയിരക്കണക്കിന് വേദമന്ത്രങ്ങൾ വേറെ ഉണ്ട്, ഇല്ലേ? ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ വേറെ. ഇത് ആത്യന്തികമായ തത്വജ്ഞാനമാണ്. ഇതിലൊന്നും അതിന് ചേർക്കാനില്ല. ഇതിൽ ക്രിയാംഗമല്ല. ഇത് കൃതിസാധ്യമല്ല. ഇത് കർത്തൃതന്ത്രമല്ല. അപ്പം പിന്നെ എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? മറ്റേത് ഗുരുനാഥനൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരു ഒരു സംശയമുണ്ട്. എന്താ സംശയം? ഈ ശമത എവിടെയാണ് കിട്ടുക? ഇന്ന സ്ഥലത്ത് കിട്ടും. ഇഷ്ടിക എവിടുന്ന് കിട്ടും? ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും. നെയ്യ് എവിടുന്ന് കിട്ടും? ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും. മന്ത്രങ്ങളോ? ഇന്ന് പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ അതുണ്ടോ? പിന്നെന്താ ചോദിച്ച്? ഉപനിഷദം ഭോ ബ്രൂഹി. ഇതാണ് ചോദ്യം. അപ്പോഴാണ് ഗുരുനാഥൻ മനസ്സിലാക്കിയത്, ഇവനാൾ തർക്കേടില്ലാത്ത ശിഷ്യനായതുകൊണ്ട് അവൻ ചോദ്യത്തിന് താല്പര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഗുരുനാഥൻ പറഞ്ഞു, ബ്രാഹ്മീവാവ. ബ്രഹ്മസംബന്ധിയായ ഉപനിഷത്താണ് ഞാൻ പറഞ്ഞത്. അതിലപ്പം ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. എങ്കിലും ആ തലത്തിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ അതിനിയൊന്നും ബാക്കിയില്ല. പക്ഷെ ആ തലത്തിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ വേണ്ടി ചിലതൊക്കെ വേണമല്ലോ. നിന്നെ ഒന്ന് ക്രമീകരിക്കണമല്ലോ. നിന്നെ ഒന്ന് മെരുക്കിയെടുക്കണ്ടേ? ഉപനിഷത്തിനൊന്നും ബാക്കിയില്ല. ഒരു വസ്തു ബാക്കിയില്ല. പക്ഷേ ആ ഉപനിഷത്തിനെ ഗ്രഹിക്കാനുള്ള തലത്തിലേക്ക് നീ എത്തണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബാക്കിയുണ്ട്. അത് അബ്രഹ്മ. അത് ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. ഇതാണ് താല്പര്യം. അപ്പം നമുക്കും അത് തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ കിട്ടേണ്ടത്. കാരണം പ്രതിബോധവിദിതം മതം എന്നുള്ളത് പരമമായ ഉപദേശമാണ്, സമ്മതിച്ചു. എങ്കിലും ബാക്കി പറയണില്ല. ഇന്ന് പുതിയ വന്ന ആൾക്കാർക്ക് നമ്മളെക്കുറിച്ചൊരു മോശം തോന്നണ്ട. ഇത് അല്ലേ? അതുകൊണ്ട് വസ്തുത ഏതാണ്? അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചല്ല പറയണതേ,
സാമാന്യമായിട്ടുള്ള ലോക സ്വഭാവം പറയുകയാണ്. അപ്പോൾ പ്രതിബോധവിദിതം മതം എന്നുള്ളത് ശരിയാണ്, അത് കവിഞ്ഞിനി ഒന്നും പറയാനില്ല, അതന്നെ വഴി. ആ വഴിയിലൂടെ ലക്ഷ്യം ഏതാണ്? അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് അധി എന്നുള്ളതാണ്. അതിലൊരു മാറ്റവും ഇല്ല. എങ്കിലും അതിലേക്ക് നമ്മൾ എത്തണ്ടേ? ഇല്ലേ? അതെ. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കൃപയാൽ ഉപനിഷദം അബ്രൂമ എന്ന് പറഞ്ഞു ഗുരുനാഥൻ. നോക്കൂ, ഉപനിഷദം ഭോ ബ്രൂഹി ഇതി ഉക്തായാം ഉപനിഷദി ശിഷ്യേണ ഉക്തേ ആചാര്യ ആഹ ഉക്ത കഥിത തേ തുഭ്യം ഉപനിഷദ് ആത്മോപാസനം ച അധുനാ ബ്രാഹ്മീം വാവത്തെ തുഭ്യം ബ്രഹ്മണഃ ബ്രാഹ്മണജാതേഃ ഉപനിഷദം അബ്രൂമ വക്ഷ്യാമ ഇത്യർത്ഥഃ. വക്ഷ്യതി ഹി ബ്രാഹ്മീനോക്ത ഉക്താത്വാത്മോപനിഷദ് തസ്മാത് ന ഭൂതാഭിപ്രായേഹ അബ്രൂമ ഇത്യയം ശബ്ദഃ. ശിഷ്യേണ ഉക്തേ ആചാര്യ ആഹ ഉക്ത കഥിത തേ തുഭ്യം ഉപനിഷദ് ആത്മോപാസനം ച അധുനാ ബ്രാഹ്മീം വാവത്തെ തുഭ്യം ബ്രഹ്മണഃ ബ്രാഹ്മണജാതേഃ ഉപനിഷദം അബ്രൂമ വക്ഷ്യാമ ഇത്യർത്ഥഃ. വക്ഷ്യതി ഹി ബ്രാഹ്മീനോക്ത ഉക്ത ത്വാത്മോപനിഷദ് തസ്മാത് ന ഭൂതാഭിപ്രായഃ അബ്രൂമ ഇത്യയം ശബ്ദഃ. ഇവിടെ ഈ വാക്യഭാഷ്യം കുറച്ച് പ്രയാസമുള്ളതാണ്. ഇതുവരെ ചർച്ച ചെയ്ത് വന്നിട്ടുള്ള ഗരിമയോ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഗരിമയോ ഇല്ലാത്ത ഒരു ഭാഷ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം വ്യക്തമായി നേരത്തെ നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുന്നതാണ് ഉചിതം. ആ പറഞ്ഞതൊന്നും കൂടി ആവർത്തിക്കാം. ഉപനിഷദം ഭോ ബ്രൂഹി, ഭോ ഭഗവാനെ ഉപനിഷത്തിനെ പറഞ്ഞു തരൂ ഇത് എന്ന് ശിഷ്യൻ ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ഉപനിഷദം അബ്രൂമ, അല്ല ഉക്താത്തേ ഉപനിഷത്ത്, നിനക്ക് ഉപനിഷത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞു. എങ്ങനെയുള്ളത്? ബ്രാഹ്മീ വാവ, ബ്രഹ്മസംബന്ധിയായ ഉപനിഷത്ത്, ബ്രഹ്മതത്വ പ്രതിപാദകമായ ഉപനിഷത്ത് നിനക്ക് പറഞ്ഞു തന്നു. ഇനി നിന്റെ തലത്തിൽ ഞാൻ ഇറങ്ങി വന്ന് നിനക്ക് ആവശ്യമുള്ള ഉപനിഷത്തിനെ പറഞ്ഞു തരാം എന്നാണ് നമ്മൾ പറഞ്ഞ അർത്ഥം. അത് സ്വീകരിക്കുക. അതാണ് പദഭാഷ്യം അനുസരിച്ചിട്ടുള്ളത്. പദഭാഷ്യം അനുസരിച്ചിട്ട് അത് തന്നെയാണ്. എന്നാൽ ഇവിടെ വാക്യഭാഷ്യത്തിൽ കുറച്ചൊരു വിഷമമുണ്ട്. നമുക്ക് വിഷമമുണ്ട് വെച്ചിട്ട് നമുക്കത് പറയാതിരുന്നൂടല്ലോ. ഒരു ശാസ്ത്രത്തോട് നീതി പുലർത്തണമല്ലോ. അപ്പോൾ ഉപനിഷദം ഭോ ബ്രൂഹി എന്ന് ചോദിച്ചു ശിഷ്യൻ. ശരി തന്നെ, ശിഷ്യൻ ചോദിച്ചു ഉപനിഷദം ഭോ ബ്രൂഹി. ഉക്തായാം അഭി ഉപനിഷതി, ഉപനിഷത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതും ശരിയാ. എങ്കിലും ശിഷ്യേണ ഉക്തേ, ശിഷ്യൻ വീണ്ടും ചോദിച്ചപ്പോൾ എന്ത്? ഭോ ഉപനിഷദം ബ്രൂഹി എന്ന് ചോദിച്ചപ്പോൾ ആചാര്യ ആഹ, ആചാര്യൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉക്ത കഥിത തേ തുഭ്യം ഉപനിഷത്ത്, നിനക്ക് ഉപനിഷത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇവിടെ ഒന്നും കുഴപ്പമില്ല, ഇതൊക്കെ ശരിയാ.
മറ്റേ തെറ്റാന്നല്ല പറഞ്ഞത്, കുഴപ്പമെന്നാ പറഞ്ഞത്. ആത്മോപാസനം ച ആത്മതത്വ പ്രതിപാദകമായ ഉപനിഷത്തിനെയും എങ്ങനെ ആത്മോപാസനം ചെയ്യണം എന്നുള്ളതിനെയും പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇല്ലേ? പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. അധുന ഇനിയിപ്പോൾ ബ്രാഹ്മീം ഭാവത്തെ തുഭ്യം ബ്രഹ്മണ ബ്രാഹ്മണജാതേഹേ ഉപനിഷദമബ്രൂമ. ഇനിയിപ്പോൾ ഞാൻ ബ്രഹ്മസംബന്ധിയായ ബ്രാഹ്മണജാതിക്ക് യോജിക്കുന്ന ഉപനിഷത്ത് പറഞ്ഞു തരാം. യാതൊരു സംശയമില്ല, ഇതൊരു പിൽക്കാലത്തെ ശങ്കരാചാര്യർ എഴുതി ചേർത്തതാണ്. ബ്രാഹ്മണൻ ജാതിക്കാർക്ക് മാത്രമാണ് സന്യാസം, ബ്രാഹ്മണ ജാതിക്കാർക്ക് മാത്രമാണ് വേദാന്തം എന്നൊക്കെ വിശ്വസിച്ച, അങ്ങനെ പ്രചരിപ്പിച്ച ഏതോ ഒരു ശങ്കരാചാര്യർ എഴുതി ചേർത്തതാണ്. അല്ലാണ്ട് വേറെന്താ പറയുക? ഇങ്ങനെയാണ് ശാസ്ത്രങ്ങളിൽ പ്രക്ഷിപ്തം വരിക. പിന്നെ നമ്മൾ വ്യാഖ്യാനിച്ച് ശരിയാക്കണം. അത് ശരിയാക്കാം, അതൊക്കെ അറിയാം. അത് വേണ്ട അസലായിട്ട് വ്യാഖ്യാനിച്ച് തരാം. അതായത് ജാതി എന്ന് പറഞ്ഞാൽ ജന്മസംബന്ധമല്ല, മറിച്ച് ഒരു തരം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ജാതി. അങ്ങനെ വരുമ്പോൾ വേദതത്വാനുസന്ധാനവും വൈദിക വ്യാപാരവും എല്ലാം ചെയ്ത് കഴിയുന്നവരുടെ കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരാം. അത് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയും, എന്ത് ഈ വാൽമീകി രാമായണത്തിലൊക്കെ ഗീതാപ്രസ്സുകാർ വ്യാഖ്യാനിക്കുന്ന പോലെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അതെന്താ അതൊരു ബന്ധമില്ലാത്ത പ്രകൃതം പറഞ്ഞത്? അത് രാമനും ലക്ഷ്മണനും ഒരു വരാഹത്തെയും മഹിഷത്തെയും കൊന്ന് തിന്നു, രാമനും ലക്ഷ്മണനും ഒരു മൃഗത്തെ കൊണ്ടുവന്ന് കൊന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഗീതാപ്രസ്സുകാരെഴുതും അത് ഒരു തരം പ്രത്യേക പഴമാണ്, അതൊരു പച്ചക്കറിയാണ്, അത് മുറിച്ച് കൊണ്ടുവന്നു എന്ന അർത്ഥം. എന്തിനാ അങ്ങനെ വ്യാഖ്യാനിക്കണേ? ഞാൻ വൈഷ്ണവനാണ്, ഞാൻ പൂർണ്ണ സസ്യാഹാരിയാണ് വെച്ചാൽ ഞാൻ അങ്ങനെയാണെന്ന് പറയാം. അവരത് കഴിച്ചിട്ടില്ല എന്ന് എന്തിനാ പറയണത്? ഇപ്പം സ്പഷ്ടമായ ഭാഷയിൽ വർണ്ണന ഉണ്ടായിരിക്കെ എന്തിനത് കയറി വ്യാഖ്യാനിക്കാൻ പോണത്? അപ്പം നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുക, അയ്യോ രാമനൊന്നും ഇറച്ചി കഴിക്കില്ല കേട്ടോ. എന്താ രാമൻ ഇറച്ചി കഴിച്ചാൽ ക്ഷത്രിയനല്ലേ? ക്ഷത്രിയന്മാർക്ക് ഇറച്ചി വിഹിതമല്ലേ? ഇനി ഒരു സന്ദർഭത്തിലാണെച്ചാൽ അത് അസ്വീകാര്യമാണെന്ന് പറയാം. രാമായണത്തിൽ അനേക സന്ദർഭങ്ങളുണ്ട്. ഇത്രക്കൊക്കെ വേണമെന്ന് നമുക്ക് തോന്നിപ്പോണ സന്ദർഭമുണ്ട്. കാരണം കാട്ടിൽ ചെന്നിട്ട് അധികം താമസിയാതെ ഇവരൊരു സ്ഥലത്ത് തമ്പടിച്ചു. അവിടെ ലക്ഷ്മണൻ പോയിട്ട് 3 എണ്ണത്തിനെയാണ് കൊണ്ടുവരുന്നത്, പോത്തിനെയും 2 മാനിനെയും. ഇതിന് ആകെ 3 പേരല്ലേ ഇവരുള്ളൂ, ഇവർക്ക് എന്ത് ഇത്ര അധികം വേണോ? അതാണ്ട് കിട്ടിയപ്പോൾ ഇത് കൊണ്ടുവന്നാൽ തന്നെ, അല്ലാണ്ട് എന്താ? പിന്നെ കുറച്ചൊക്കെ ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം മാംസം. പിന്നെ ഈ വൈഷ്ണവും ബൗദ്ധവും തലേ കയറിയിട്ട് മറ്റെല്ലാത്തിനെയും നിരസിക്കുന്നൊരു രീതി നമുക്ക് എത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബൗദ്ധം കയറിയിട്ട്. ഒരു സംശയമില്ലാതെ പറയാം, ഭാരതത്തെ അധപ്പതിപ്പിച്ചതിൻ്റെ പ്രധാന കാരണം ബൗദ്ധമാണ്. അഹിംസ 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 എന്നും പറഞ്ഞ് ഉള്ള വീര്യം മുഴുവൻ നഷ്ടപ്പെടുത്തി, ശത്രു കടന്നുകൂടി നമ്മളെ ആക്രമിച്ച് കീഴടക്കി. അത് തന്നെ. എന്നിട്ട് സ്കൂളിൽ തന്നെ പഠിപ്പിക്കും, മഹാനായ എന്താണ് അശോക ദി ഗ്രേറ്റ്. എന്ത് ഗ്രേറ്റ്? എന്ത് ഗ്രേറ്റ്നെസ്സാണ്? എനിക്ക് മനസ്സിലായില്ല. സ്വാമി അത് യുദ്ധം മേലിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു, അതാണ് ഗ്രേറ്റ്നെസ്. എന്നാൽ രാജപദവി ഒഴിവാക്കണം. യുദ്ധമൊക്കെ തെറ്റാണ്, പാപമാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ രാജപദവി ഒഴിവാക്കുകയാണ്. നല്ലൊരു ക്ഷത്രിയനെ ഞാൻ രാജാവായ അഭിഷേകം ചെയ്ത് ഞാൻ റിട്ടയർ ചെയ്യാമെന്ന് പറയണം. എന്നാൽ ഒരു കുഴപ്പമില്ല. അയാൾ ആ സീറ്റിൽ ഇരിക്കുകയും ചെയ്യുക, യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യം എങ്ങനെ രക്ഷിക്കപ്പെടുക? ഒരാൾ പറയാണ് ഞാൻ പരിപൂർണ്ണ അഹിംസാവാദിയാണെന്ന് പറഞ്ഞാൾക്ക് ഭാരതത്തിൽ പ്രധാനമന്ത്രിയാവാൻ പറ്റുമോ? എന്താ അഭിപ്രായം? പ്രധാനമന്ത്രിയുടെ കയ്യിലാണ് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം ഇരിക്കുന്നത്. പ്രധാനമന്ത്രിൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ ഇപ്പോഴത്തെ നിലയ്ക്ക് അത് പ്രവർത്തിക്കൂ. അതുകൊണ്ട് പ്രധാനമന്ത്രി എവിടെ പോവുകയാണെങ്കിലും പിന്നാലെ ആൾക്കാരുണ്ടാവും ഓടിയിട്ട്, ഒരു ബാഗും കൊണ്ട്, ഒരു കറുത്തൊരു പെട്ടിയും കൊണ്ട് പിന്നാലെ ഓടുന്നുണ്ടാവും.
ഏത് അവസാന തീരുമാനങ്ങൾ എടുക്കേണ്ടത് അങ്ങനത്തെ എമർജൻസി ആയിട്ടുള്ള ചില സംഗതികൾ, ഫയലുകൾ, ചില തീരുമാനങ്ങൾക്ക് വിധേയമാക്കുന്ന സാധനങ്ങൾ എപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ വേണം. ഞാൻ പരിപൂർണ്ണ അഹിംസാവാദിയാണ്, പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചാലും അങ്ങോട്ട് ശാന്തി 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 എന്ന് പറയും. എടേ അവനാ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റില്ല, അവന് സ്വാഗതം ഇല്ലേ? അല്ലാണ്ട് എന്തൊരു കഷ്ടമെന്നല്ല. പിന്നെ എങ്ങനെയാ ഗ്രേറ്റ് ആവുക? ചിന്തിക്കുക. അപ്പോഴാണ് ഈ വ്യാഖ്യാനം വരിക. അവിടെ മൃഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം ഒരു പഴമാണ്, പിന്നെ മഹിഷെന്ന് പറഞ്ഞാൽ വേറൊരു പഴമാണ്, വരാഹം എന്ന് പറഞ്ഞ ഒരു കായാണ്. എന്ത് ചെയ്യും ഇതിനൊക്കെ? അങ്ങനെ വരാഹത്തെ എയ്യണോ അമ്പുകൊണ്ട്? ഒരു കായാണെങ്കിൽ അതെ, മരത്തിൻ്റെ മുകളിലേക്ക് എയ്യണം എന്നാണ് പറയുന്നത്. ശരിയാണ്, അതൊക്കെ ശരിയാ. ഇരിക്കട്ടെ. അപ്പം ഇവിടെ ബ്രാഹ്മണ ജാതി എന്ന് തന്നെ പറഞ്ഞു. ബ്രാഹ്മണ ജാതിക്കുള്ള ഉപനിഷത്ത് ഞാൻ പറഞ്ഞുതരാം. അതെന്ത് ജാതിയാ? അങ്ങനെ ജാതിയുണ്ടോ? അങ്ങനെ ജാതി ഏതാണുള്ള? ഡോക്ടറെ കാണിക്കാൻ പോയി, സർജനയാണ്, വലിയൊരു പ്രധാനപ്പെട്ട സർജറി എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. ഞാൻ നിരാശനായി മടങ്ങുക. അപ്പോൾ ഒരു മകൻ വിളിച്ചു, എന്താ സ്വാമി തിരിച്ചു പോണേ? അല്ല, ഞാൻ സർജനെ കാണിക്കാൻ വന്നാ. എന്നിട്ട് തിരിച്ചു പോകും. എന്തിനാ തിരിച്ചു പോണേ? നീ സർജറി ചെയ്യാനാണ്. ഞാൻ ചെയ്തുതരാം. നീ ആരുടെ? നീ സർജനാ? ഞാൻ സർജനല്ല, അയാളുടെ മകനാണ്. മകൻ എങ്ങനെയാണ് സർജനാവുക? തന്ത്രിയുടെ മകൻ തന്ത്രി, അതിൻ്റെ മോൻ തന്ത്രി. അവന് തന്ത്രം അറിയുമെന്നല്ലേ നോക്കേണ്ടത്? എൻജിനീയറുടെ മകൻ എൻജിനീയർ, അങ്ങനെ ഉണ്ടോ? ശരി, തന്ത്രിയുടെ മകന് തന്ത്രിയാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ സാഹചര്യത്തിൽ വളരുമ്പോൾ പഠനത്തിനും അനുഷ്ഠാനത്തിനും ഉപാസനയ്ക്കും അനുകൂലമായ സാഹചര്യം ലഭിക്കുമ്പോൾ, തലമുറകളായി ഒരു വൃത്തി ചെയ്ത് പുലർന്ന കുടുംബത്തിൽ വളരുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യവും സാഹചര്യങ്ങളുമുണ്ട്. അതിനെ നമ്മൾ 100% അംഗീകരിക്കുന്നു. പക്ഷേ ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ്റെ മകൻ ക്ഷത്രിയൻ, വൈശ്യൻ്റെ മകൻ വൈശ്യൻ, ശൂദ്രൻ്റെ മകൻ ശൂദ്രൻ എന്നൊരു നിയമവും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയായി തീർന്നു. ഇത് അങ്ങനെ ജാതീയതയായി തീർന്നു. ശൂദ്രൻ ക്ഷത്രിയനായ സാഹചര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ജാതി ശൂദ്രനെ എടുക്കരുത്, ജാതി ക്ഷത്രിയനെ എടുക്കരുത്. അത് രണ്ടും അജ്ഞാന കാര്യങ്ങളാണ്. മറിച്ച് ഇന്നലെകളിൽ ശൂദ്ര സ്വഭാവിയായ ഒരാൾ ജീവിത ക്രമീകരണം കൊണ്ട് ക്ഷത്രിയനായി, അങ്ങനെ വരാമല്ലോ. അതിഷ്ടം പോലെ ഉണ്ടാവും. അത് ഓരോരുത്തരെ നോക്കണം. നമ്മളെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. ചിലരുണ്ട് മന്ദന്മാരായിട്ട് ഒരു തനി ശൂദ്രവൃത്തി കഴിഞ്ഞ ആൾക്കാർ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യേണ്ടേ വിചാരിച്ച് പട്ടാളത്തിലൊക്കെ പോയി ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ഉഷാറായിട്ട് വരും. എവനൊക്കെ പട്ടാളത്തിന് പോയാൽ പട്ടാളം നശിച്ചു പോകില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അവർക്കതറിയാം. അവനെ മെരുക്കിയെടുത്ത് അവനെ ശരിക്ക് നല്ല ക്ഷത്രിയനാക്കി വിടും അവർ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക്. ധാരാളം കാണുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടുന്ന് ഒരാളുടെ ചോദിച്ചിട്ടുണ്ട്, എടാ നീ പോലീസിലേക്ക് പോവേ, പോലീസിനെ നശിപ്പിക്കാനാന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ SI ആയി വന്നപ്പോൾ ഉണ്ടല്ലോ, അതൊരു വരവ് തന്നെയാണ്. അതാ ട്രെയിനിങ്ങിൻ്റെ ഗുണം. അതില്ല എന്ന് പറഞ്ഞൂടാ. അതുകൊണ്ടാണ് മനു പറയുന്നത്, ശൂദ്രോ ബ്രാഹ്മണതാമേതി ബ്രാഹ്മണോ യാതി ശൂദ്രത. ശൂദ്രന് ബ്രാഹ്മണനാവാം, ബ്രാഹ്മണന് ശൂദ്രനും ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം.
അത് മനുവിൻ്റെ വാക്യമാണ്. കാരണം ഈ ജാതീയമായിട്ട് ഏറ്റവും ചീത്തപ്പേര് കേട്ട ആള് മനു. ആ മനുവിൻ്റെ വാക്യമാണ്. അപ്പോൾ യാതൊരു സംശയമില്ല, ഈ ബ്രാഹ്മണ ജാതേഹ എന്ന് പറഞ്ഞത് ഒരു ചേരായിക, ഇത്രയും നേരമുള്ള ആ ചർച്ചയ്ക്ക് ഒട്ടും ചേരായികയാണ് അത് എന്ന് പറഞ്ഞേ മതിയാവും. നേരെ മറിച്ച് ബ്രാഹ്മണരുടേതാണെങ്കിൽ വളരെ ശരിയാ, അംഗീകരിക്കാം. ആ ജാതി ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയുക, ബ്രാഹ്മണാനാം ഉപനിഷദം അബ്രൂമ എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം വേദാനുസന്ധാനം ചെയ്ത് തൻ മാർഗത്തിൽ സാധനാനിഷ്ഠരായി കഴിയുന്നവരാരൊക്കെയാണ്, അവരൊക്കെ ബ്രാഹ്മണരാണ്. അത്രയേ ഉള്ളൂ. നമ്മളെ വ്യക്തിപരമായൊരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. തീർത്തും വ്യക്തിപരമാണ്. 91-ലാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ 92-ലോ 92-ലോ ആണ്. നമ്മൾ കുടജാദ്രി കാട്ടിൽ താമസിക്കുകയാണ്. ഇവിടുന്ന് പോയതാണ്, കുളത്തൂർ വന്നതിന് ശേഷമാണ്. അപ്പോൾ അവിടെ വിശിഷ്ടങ്ങളായ ചില യാഗാദി കർമ്മങ്ങൾ നടക്കുന്നുണ്ട് താഴെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല താന്ത്രികരും വൈദികരും കർമ്മികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ കുടജാദ്രി മുകളിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ചെറുപ്പക്കാർ വന്നു നമ്മളിരിക്കുന്നിടത്ത്. ചെറുപ്പക്കാർ വന്നു, സംസാരിച്ചു. അങ്ങ് ആരാണ്, എന്താണ്, എവിടെ നിന്നാണ്, എന്താണ്, അങ്ങനെ ഞങ്ങൾ വളരെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് അവർ ചോദ്യം ചോദിച്ചു, നിങ്ങൾ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചു. ഇത്രയ്ക്കൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഉത്തരം പറഞ്ഞു തരാൻ അറിയില്ല. ആരാണ് ബ്രാഹ്മണനെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ ഞാൻ ബ്രാഹ്മണനാണോ അല്ലയോ എന്ന് അങ്ങോട്ട് പറഞ്ഞുതരാം. ആരാണ് ബ്രാഹ്മണൻ, ഒരു ബ്രാഹ്മണൻ്റെ ലക്ഷണം എന്താണ്, നിർവചനം എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ ബ്രാഹ്മണനാണോ അല്ലയോ എന്ന് എനിക്ക് അറിയിച്ചാൽ അങ്ങോട്ട് പറഞ്ഞുതരാം. അറിയാത്തത് പറയാൻ വയ്യ. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞു തരണം. ഒരു 8-10 ചെറുപ്പക്കാരുണ്ടായിരുന്നവർ, എല്ലാം ചെറുപ്പക്കാരാണ്. ഒരു 20-25 വയസ്സിന് ചുറ്റിപ്പറ്റിയിട്ടുള്ളവരാണ് എല്ലാവരും. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വേദം പഠിക്കുന്നവരാണ്. അതിൻ്റെ ചിഹ്നങ്ങൾ അവർക്കുണ്ട്. അവർ പോയി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വയോവൃദ്ധനായിട്ടുള്ള നല്ല തേജസ്വി ആയിട്ടുള്ള, നല്ല തേജസ്സുണ്ട്, എന്തായാലും 10-80 വയസ്സിലധികം അദ്ദേഹത്തിനുണ്ടാവും. ശുദ്ധ ബ്രാഹ്മണനാണെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തെ കാണുന്ന മാത്രയിൽ ബ്രാഹ്മണനാണെന്ന് ഉറപ്പാണ്. അദ്ദേഹം വന്നു, കുറച്ച് പഴങ്ങളുണ്ട്, കുറച്ച് പൂവുണ്ട്, കുറച്ച് പഴങ്ങളുണ്ട്, അതൊക്കെ അവിടെ വെച്ചു. ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പോവുകയും ചെയ്തു. ഇത് സ്വന്തം അനുഭവം പറയണം. അപ്പോഴത്തെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ബ്രാഹ്മണൻ, ആരാണ് ബ്രാഹ്മണൻ? ശ്രീനാരായണ ഗുരുദേവനോട് ചോദിച്ചു, പിന്നെയല്ലേ നമ്മളോട്. ശ്രീനാരായണ ഗുരുദേവനോട് ചോദിച്ചു, നിങ്ങൾ ബ്രാഹ്മണനാണോ? കണ്ടറിയാത്ത ആൾ എങ്ങനെയാണ് കേട്ടാൽ മനസ്സിലാക്കുക എന്നാണ് ചോദിച്ചത്. ഒരാൾക്ക് കണ്ടാൽ അറിയില്ല, ചിലപ്പോൾ കേട്ടാൽ മനസ്സിലാക്കുക. വേറൊന്നും ഗുരുദേവൻ പറഞ്ഞിട്ടില്ല, ഒരക്ഷരം തെറി പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സന്തോഷമായിട്ട് പോകും. കണ്ടാൽ അറിയാത്ത ആൾ എങ്ങനെ കേട്ടാൽ അറിയും. ഏതായാലും ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണ ജാതി പ്രയോഗം കുറച്ചൊരു ഇതുവരെ ഉള്ളതിനും ഇനി പറയാൻ പോകുന്നതിനും യോജിക്കാത്ത പദപ്രയോഗമായി എന്ന് പറയാതെ തരമില്ല. ഈ പ്രക്ഷിപ്തമൊക്കെ ചേർക്കുമ്പോഴും കുറച്ചൊരു, ഈ കള്ളം പറയാനും പഠിക്കണം എന്ന് പറയാറില്ലേ? ഈ സത്യം പറയാൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആലോചിച്ച് സത്യം പറയൂ, ഞാനും പറയണോ? വേണ്ട, നീ ആലോചിച്ച് കള്ളം പറയൂ എന്ന് പറയണം. ആലോചിച്ചിട്ട് കള്ളം പറയൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം പരസ്പരം ഘടിപ്പിച്ച് അപ്പുറം ഇപ്പുറം പൊളിയാത്ത ജാതി ഒക്കെ വേണം കള്ളം പറയേണ്ടത്. ആലോചിച്ച് സത്യം പറയേണ്ട ആവശ്യമില്ല, ഉള്ള പോലെ അങ്ങ് പറഞ്ഞാൽ മതി. എന്തിനാലോചിച്ച് പറയണം? അതുകൊണ്ട് ഇതൊരു സുഖമില്ല. ഈ ബ്രാഹ്മണ ജാതേഹേ എന്നുള്ള പ്രയോഗം അത് പറയാതെ വയ്യ. അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രത്തിൻ്റെ ഭാഷ്യം പദഭാഷ്യമേ സ്വീകരിക്കുന്നുള്ളൂ, വാക്യഭാഷ്യം സ്വീകരിക്കുന്നില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ബ്രാഹ്മണ ജാതേഹേ ഉപനിഷദം അബ്രൂമ വക്ഷ്യാമ.
വക്ഷ്യതിഹി പറയാൻ പോകുന്നുണ്ട്. വക്ഷ്യതി പറയാൻ കാരണം എന്തിനാ വക്ഷ്യതി പറഞ്ഞു ചോദിച്ചാൽ അബ്രൂമ എന്ന് പറഞ്ഞാൽ സാമാന്യ സംസ്കൃതത്തിൽ ഭൂതകാല പ്രയോഗ, എന്നാൽ ഇവിടെ അത് ഭവിഷ്യത് പ്രയോഗ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വക്ഷ്യതിഹി പറയുന്നുണ്ട്. ബ്രാഹ്മി ന ഉക്താത്തു ആത്മോപനിഷത്ത്. ബ്രാഹ്മി നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല, ആത്മോപനിഷത്താണ് പറഞ്ഞു തന്നത് എന്ന് ഭാഷ്യത്തിൽ വരുന്നുണ്ട്. തസ്മാത് ന ഭൂതാഭിപ്രായ അബ്രൂമ. അതുകൊണ്ട് ഭൂതാഭിപ്രായമല്ല ഇവിടെ അബ്രൂമ എന്നുള്ളത്. പിന്നെന്താ അഭിപ്രായ? ഭവിഷ്യത് അഭിപ്രായ. കഴിഞ്ഞതിൻ്റെ അഭിപ്രായത്തിലല്ല അബ്രൂമ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇതാണ് 7-ാം മന്ത്രത്തിൻ്റെ വാക്യഭാഷ്യം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയും പദഭാഷ്യമനുസരിച്ചും അർത്ഥം മനസ്സിലാക്കിയാൽ നന്നായി എന്നേ പറയാനുള്ളൂ.